നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. 2024 അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം തിങ്കളാഴ്ച ഇടുകയുണ്ടായി. വർഷാവസാന നികുതി സ്ഥാന നിർണയം, US മാർക്കറ്റിന്റെ മൂല്യനിർണ്ണയം, ട്രഷറി ഈൽഡുകൾ ഉയർന്നത്, 2025 കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ ഇവയെല്ലാമാണ് തുടർച്ചയായ 2 ദിവസത്തെ US മാർക്കറ്റുകൾ ഇടിയാനുള്ള കാരണമായത്. ഡൗ ജോൺസ് 0.97% ഇടിഞ്ഞു, S&P 500 1.07%, നാസ്ഡാക്ക് 1.19% ഇടിഞ്ഞു. 2024 കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇൻഡെക്സ് നാസ്ഡാക്ക് ആയിരുന്നു, 30% ഉയർന്നു. S&P 500 24%, ഡൗ ജോൺസ് 13% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. US-ൽ 11 സെക്ടറുകളും ഇന്നലെ ഇടിയുകയുണ്ടായി. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഏറ്റവും അധികം നഷ്ടം ഇന്നലെ ഉണ്ടാക്കിയത് വിപ്രോ ആയിരുന്നു, 3% ഇടിഞ്ഞു. ഇൻഫോസിസ് 1.73% നഷ്ടവും ഉണ്ടാക്കി. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 1.10% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.74% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 1%, റിലയൻസ് ഇൻഡസ്ട്രീസും 1% നഷ്ടവുമാണ് ഉണ്ടാക്കിയത്. ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് നാച്ചുറൽ ഗ്യാസ് ആയിരുന്നു, 15% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈയും രേഖപ്പെടുത്തി. ബിറ്റ്കോയിനിൽ ട്രേഡ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണിൽ നിന്നും ഇപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $92,000. ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 140 മുതൽ 150 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, വെറും 2 ദിവസം മാത്രമാണ് നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള 50% ഡിസ്കൗണ്ടോട് കൂടിയുള്ള ഓഫർ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ പരമാവധി എല്ലാ സ്റ്റുഡൻസും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം, RBI മീഡിയം ടേം ഔട്ട്ലുക്ക് അനിശ്ചിതത്വമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയുള്ളത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ, സാമ്പത്തിക വിപണിയിലെ ചാഞ്ചാട്ടം, വർദ്ധിച്ചു വരുന്ന കടബാധ്യത, ഷാഡോ ബാങ്കിംഗ് ദുർബലത എന്നിവ അപകട സാധ്യതകൾ ഉയർത്തുന്നു. പോസിറ്റീവായിട്ട് ഈ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നത്, ഉയർന്ന ഉപഭോക്താവിന്റെയും ബിസിനസിന്റെയും ആത്മവിശ്വാസം നിക്ഷേപ വീക്ഷണം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാമ്പത്തിക സാഹചര്യങ്ങൾ എളുപ്പമായി തുടരാൻ സാധ്യതയുണ്ട്. Q2 ഫിനാൻഷ്യൽ ഇയർ 2025 GDP വളർച്ച 7 പാദത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 5.4% കുറഞ്ഞു. ബാങ്കുകളുടെയും NBFCകളുടെയും ശക്തമായ മൂലധന പര്യാപ്തത നിലനിൽക്കുന്നു. ഏതായാലും RBIയുടെ മീഡിയം ടേം ഔട്ട്ലുക്ക് അനിശ്ചിതത്വം തുടരുന്നു എന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്തയുള്ളത്, ഏറ്റവും കൂടുതൽ ഫോക്കസിലുള്ളത് ബഡ്ജറ്റ് തന്നെയാണ്. ഫെബ്രുവരി 1 ബഡ്ജറ്റ് നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നു, മിഡിൽ ക്ലാസ്സിന് കൂടുതൽ ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ടെന്ന് ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ അറിയിച്ചിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം, ഗോകുൽ അഗ്രോ റിസോഴ്സസ് എന്ന കമ്പനിയാണ്. മംഗലാപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭക്ഷ്യ എണ്ണ ശുദ്ധീകരണശാലയുടെ സ്ഥിര ആസ്തി 1.05 ബില്യൺ, അതായത് 105 കോടി രൂപയ്ക്ക് ഗോകുൽ അഗ്രോ റിസോഴ്സസ് ഏറ്റെടുത്തു. മറ്റൊരു കമ്പനി ജൂബിലന്റ് ഇൻഗ്രീവിയ എന്ന കമ്പനിയാണ്. FAPL 6.67% ഇക്വിറ്റി ഓഹരി വാങ്ങാൻ ജൂബിലന്റ് ഇൻഗ്രീവിയ കമ്പനിയുടെ യൂണിറ്റ് അംഗീകാരം നൽകി. അടുത്തത് CESC ആണ്. ജനുവരി 10 Q3 ഫലങ്ങളും ഇടക്കാല ലാഭവിഹിതം പരിഗണിക്കുന്നതിനായി കമ്പനി ബോർഡ് യോഗം ചേരും. അടുത്തത് മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ്. 1990 കോടി രൂപയുടെ പ്രതിരോധ കരാർ കമ്പനി നേടിയിരിക്കുന്നു. അടുത്തത് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ നിശാന്ത് പിട്ടി കമ്പനിയുടെ 14.21% ഓഹരികൾ ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. ഡീലിന്റെ ഫ്ലോർ പ്രൈസ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് 15.6 രൂപയാണ്. ഡീൽ സൈസ് 780 കോടി രൂപയും. മറ്റൊരു കമ്പനി ഫാർമ ബേസ് ചെയ്തിട്ടുള്ള ലൂപ്പിൻ എന്ന കമ്പനിയാണ്. പ്രമേഹ പോർട്ട്ഫോളിയോ വർദ്ധിപ്പിക്കുന്നതിനായി ഫാർമ മേജർ എലി ലില്ലിയിൽ നിന്ന് ഇന്ത്യയിലെ ഹുമിൻസുലിൻ ഏറ്റെടുത്തു. അടുത്തത് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ്. ഒഡീഷയിലെ മീനാക്ഷി കൽക്കരി ഖനി ആദിത്യ ബിർള ഗ്രൂപ്പ് കമ്പനിയായ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസിന് കൽക്കരി മന്ത്രാലയം അനുവദിച്ചു കൊടുത്തു. അടുത്തത് ITCയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കൊൽക്കത്തയിലെ നാഷണൽ ലോ ട്രിബ്യൂണൽ ITCയുടെ ഹോട്ടൽ ബിസിനസ് ഡീമർജ് ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് അനുമതി നൽകി. ഡിസംബർ 16 മുതൽ പ്രാബല്യത്തിൽ വരും. NCLT ഓർഡർ ലഭിച്ച 60 ദിവസത്തിനകം ITC ഹോട്ടലുകൾ ലിസ്റ്റ് ചെയ്യും. അതായത് റെക്കോർഡ് തീയതി 2025 ജനുവരി 6 ആയിരിക്കും. അടുത്തത് RVNL റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനി 137.16 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് സെൻട്രൽ റെയിൽവേ പ്രൊജക്റ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇനി
എല്ലാ ദിവസവും നമ്മൾ രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് കൊടുക്കുന്ന ടെലഗ്രാം ചാനലിൽ 50% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാനുള്ള അവസരം കേവലം 2 ദിവസം കൂടിയേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഓഫറിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെയും FIA സെല്ലിംഗ് മോഡിൽ തന്നെയായിരുന്നു. 1893 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2174 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലത്തെ US മാർക്കറ്റിന്റെ ഇടിവോടുകൂടി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഡാറ്റ പുറത്തു വരാനുള്ളത് ചൈനയിൽ നിന്നും മാനുഫാക്ചറിംഗ് ഡാറ്റയാണ്. ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ സിംഗപ്പൂർ മാർക്കറ്റ് 0.43% ഇടിവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇന്ന് ഓപ്പൺ അല്ല. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,670 എന്ന നിലയിലാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 140 മുതൽ 150 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇന്ന് സാധ്യത കാണുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ജനുവരിയിലെ താപനില പതിവിലും കുറവാകുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് പ്രകൃതിവാതകം അഥവാ നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചേഴ്സ് തിങ്കളാഴ്ച 52 വീക്ക് ഹൈ ആണ് രേഖപ്പെടുത്തിയത്. നാച്ചുറൽ ഗ്യാസ് ഇന്നലെ 15% ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $74.32 പെർ ബാരൽ എന്ന നിലയിൽ 0.28% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $71.33 പെർ ബാരൽ എന്ന നിലയിൽ 0.48% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആദ്യം നിഫ്റ്റിയിലേക്കാണ്. 23,644 168 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. കാരണം നവംബർ 2024 ഈ ഒരു സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി തിരിച്ചു കയറിയിരുന്നു. അതുപോലെ തന്നെ ജൂൺ 2024 അതായത് ഇലക്ഷൻ ഡേയുടെ റിസൾട്ടിന്റെ അന്ന് ആ ദിവസം നിഫ്റ്റി ഈ സപ്പോർട്ട് സോണിൽ നിന്നും ടച്ച് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു കയറിയത്. അതുപോലെ ഒക്ടോബർ 2023 ഇതേ സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്ത നിഫ്റ്റി തിരിച്ചു കയറുകയുണ്ടായി. എന്നാൽ ഇപ്പോഴിതാ ഈ സപ്പോർട്ട് സോണിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ആണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്ലിയർ ആയി തന്നെ നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ഇപ്പോൾ നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നു. കൂടാതെ ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അത്തരത്തിലാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത് 23,360 മുതൽ 23,205 വരെയുള്ള ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. RSI 37 കൂടാതെ MACD ഒരു നെഗറ്റീവ് ക്രോസ് ഓവറും കാണിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ആദ്യത്തെ ലെവൽ 23,500 തന്നെയാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണ് അവിടെ താഴെ വരുന്നുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 23,900 മുതൽ 24,000 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500 അതിനുശേഷം 23,000 സ്ട്രൈക്ക് അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസുമായി കാണിക്കുന്നത് 24,000 റെസിസ്റ്റൻസും സപ്പോർട്ട് 23,200 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ് പരിശോധിക്കുന്നത്. 23,650 94% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 370% ഒരു വലിയ ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. 23,600 സ്ട്രൈക്കിൽ 20% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 147% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. 23,700 സ്ട്രൈക്കിൽ 6% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 161% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. വ്യക്തമായിട്ടുള്ള മുൻതൂക്കം ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡിനാണ് ഉള്ളത് എന്ന് കാണാം. അതായത് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 50,952 358 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നാളെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. ഒരുപക്ഷെ 51,000 എന്ന വളരെ പ്രധാനപ്പെട്ട മാർക്ക് ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡൗൺ സൈഡിലെ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിന് അരികെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. 50,500 മുതൽ 52,000 വരെയുള്ള ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ 10, 20, 50, 100 ഡേ EMIകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 200 ഡേ EMI ഉള്ളത് 50,472 ഡൗൺ സൈഡിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ലെവലും അത് തന്നെയാണ്. ഇനി ഡൗൺ സൈഡിൽ ഈ കാണുന്ന ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ വളരെയധികം കൂടാനുള്ള സാധ്യതയാണുള്ളത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്.
54,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് വരുന്നത്. അതിനുശേഷം 52,000 സ്ട്രൈക്കിലും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000, അതിനുശേഷം 49,000, അതിനുശേഷം 50,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.97-ൽ 5.55% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ള ഇവിടെ ഷെയർ ചെയ്ത മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് ആണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.